ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് തുറസായ സ്ഥലത്ത് പോവാതിരിക്കുക. തുറസായ സ്ഥലത്താണ് നിങ്ങൾ ഓൾറെഡി നിൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ക്ലോസ് റൂമിലേക്കോ നിങ്ങളുടെ കാറോ അല്ലെങ്കിൽ ഒരു ക്ലോസ് ആയിരിക്കാൻ പറ്റുന്ന വെഹിക്കിൾസ് നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ആ വണ്ടിക്കകത്ത് കയറി ആ ഡോറും എല്ലാം അടച്ചിരിക്കുക. സെക്കൻഡ് തിങ്, നിങ്ങൾ നീന്തിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ബോട്ടിങ്ങോ അത്തരത്തിൽ എന്തെങ്കിലും വാട്ടർ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിർത്താൻ കഴിയുമെങ്കിൽ നിർത്തിയിട്ട് ഒരു ക്ലോസ് റൂമിലേക്ക് പോയിട്ടിരിക്കുക. അതുപോലെ പ്ലംബിംഗ് പണികളോ അല്ലെങ്കിൽ പാത്രം കഴുകുകയോ വെള്ളത്തിലുള്ള പണികളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. അതായത് ഈ ലൈറ്റ് മിന്നലിന് പൈപ്പിലൂടെയൊക്കെ പാസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ മരങ്ങൾ ഉള്ള സ്ഥലത്ത് പോയി നിൽക്കാതിരിക്കുക. ഐസൊലേറ്റ് ആയ മരങ്ങൾ അടുത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് മാറിയിട്ട് ഒരു ക്ലോസ് റൂമിലേക്ക് തന്നെ മാറുക. ജനലുകളും വാതിലുകളും അടച്ചു വെക്കുക. അതുകൂടാതെ ജനലിൻ്റെ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് അകലേക്ക് മാറി നിൽക്കുക. എന്തെങ്കിലും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. അതുപോലെ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്ന മെഷീൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് അകലെ നിന്നാണ് ഇടിമിന്നലിൻ്റെ ശബ്ദം കേൾക്കുന്നത് എങ്കിൽ ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് പ്രതീക്ഷിച്ച് നിൽക്കരുത്. മിന്നലിന് 10-15 കിലോമീറ്ററോളം സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. അപ്പം നിങ്ങളുടെ ഏരിയയിലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്, അതിൽ മിന്നലേൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് അകലെയാണ് ഈ ശബ്ദം കേൾക്കുന്നതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ടിൽ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ.